അല്ല നമ്മൾ രാവിലെ പോണോ ഇങ്ങോട്ട് വേഗം വരുന്നുണ്ടോ? എന്നും ഇതേപോലെയാ. അല്ല അവള് വന്നില്ലല്ലോ. അവള് വന്നില്ല. അവിടെ തന്നിട്ട് തിന്ന. അപ്പൊ ഇതിന് എവിടെ ചെന്നാ നീ ഒരു മുറി മുഴുവൻ നീയല്ലേ തീർക്കരുതോ? ഇല്ല, ഇത് തിന്നാനാണ് നമ്മള് പോണേ. പണിയെടുക്കല്ലേ? എന്നാലും ആ ചക്ക ചേച്ചി എന്താ? അതാണ് പണ്ടത്തെ കൊട്ട അല്ലേ? ഈ വീട്ടിലാരില്ല? ആളുണ്ട്. ചേച്ചി കഴുകി ഉണക്കി വെച്ചാൽ ഉണക്കൽമീനൊക്കെ ഇട്ട് വെക്കില്ലേ പണ്ടത്തെ കാലത്ത്? ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അടുപ്പിന്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിടും. അപ്പൊ ചൂട് തട്ടുമ്പോ മീനൊന്നും ഇവിടെ വെക്കണം. അല്ല ഓർക്ക് വേണ്ട, ഓർക്ക് വേണ്ടതാ. എന്ത് കണ്ടാലും അവിടെ വെക്കണം അല്ലേ? പോകുമ്പോ അവിടെ അല്ല പോകുമ്പോ അത് അവിടെ ഉണ്ടെങ്കിലേ നമുക്കൊരു കൈ നോക്കാം. എന്തൊരു കമ്പി എനിക്ക് മനസ്സിലായില്ല. കമ്പി കുത്താന് എങ്ങട്ടാ? എന്ന് എവിടെയാ സ്ഥലം? ഇന്ന് നമ്മളെ സൈറ്റ് എവിടെയാ? ഓമനന്റെ പറമ്പാ? അത് നമുക്ക് ഇത് കണ്ടില്ലേ കാട്? ഇതാണ് നമ്മളെ സ്ഥലം. ആണല്ലേ? ഇതല്ലേ കാട് കണ്ടില്ലേ? എവിടെ തുടങ്ങും? കൈക്കൊക്കെ ഒരു വേദന ഒക്കെ ഉണ്ടാവും. നമുക്ക് വരുമ്പോഴേക്ക് എനിക്ക് തുടങ്ങും വേദനകളൊക്കെ. എന്താന്നറിയില്ല. ഇവിടെ ഇങ്ങനെ ആക്കാൻ വയ്യ. അല്ല ഇപ്പൊ ഈ ചുറ്റിക മാത്രമേ കൊണ്ടുവന്നേ? ഞാൻ തച്ച് താഴ്ത്താൻ വേണ്ടിട്ടാ. ചുറ്റി മറ്റേ തൂമ്പ ഇതൊന്നും തരണം കേട്ടോ. പറഞ്ഞു തരണം. എനിക്ക് കൊത്താൻ ശരിക്കും വശല്ല. ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. കൊത്താൻ അറിയത്തില്ലാത്തത്. പഠിച്ചിട്ടില്ലേ? ഇതുവരെ പഠിച്ചില്ല. കൊത്താനല്ല, ഞങ്ങളൊന്ന് പറഞ്ഞു തന്നാ മതി. എങ്ങനെയാണോ കൊത്താൻ? അതെങ്ങനെയാ? ശരി, പെട്ടെന്ന് കുപ്പായൊക്കെ പുറേന്ന് മാറ്റി പോരണം. ആ വീട്ടിലാളില്ല. ഇവിടെ ചെറുതുണ്ടെന്നാ തോന്നുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെറിയുന്ന സാധനം ചൊറിച്ചിൽ തുടങ്ങിയോ? എനിക്ക് അത്ര ചൊറിച്ചിൽ തുടങ്ങും. പിന്നെ മറ്റേ ഇവരെ പമ്പ് ചെയ്തപ്പോഴല്ലേ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതാ പശു ഭയങ്കര സെൻസിറ്റീവ്. ഗീതാച്ചിക്ക് കോള് തുടങ്ങിട്ടോ. സോ ഗീതാച്ചിക്ക് കോള് തുടങ്ങി. കോള് ഇനിയിപ്പോ ഗീതാച്ചിക്ക് 20 എത്ര കോള് വരുമോ അത്രയും ഫോണിലായിരിക്കും. എന്തൊരാപ്പിടല്ലോ അത്. ഞാൻ ഇരുമ്പിന്റെ ആപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അതെടുത്തോണ്ട് വെള്ളം കുടിക്കാൻ പോയി. ഈ പണിയൊക്കെ 10 രൂപ കൊടുക്കണം. അതിന് കൊടുക്കണം. അതുകൊണ്ട് ആ എന്താ ആ വർക്ക്ഷോപ്പിൽ എവിടെ കൊണ്ടേ കൊടുത്തിട്ട് അതിന്റെ പൈസ ഉണക്കിട്ടോ. അതിലെ ഒരു സാധനവും കൊണ്ടുവരാണ്ട് അങ്ങോട്ട് പോകുന്നു. ശരിക്കും ഇതൊക്കെ പറയണ്ട അവരോട് വിളിച്ചിട്ട്. ഇത് സുഹൃത്തിനല്ലേ പോകുന്നു. പിന്നെ അല്ല ഇതിലെ വിളഞ്ഞി എങ്ങനെയാ കളയുക? ഈ ആ വിളഞ്ഞി ചക്ക പോരണ്ട അതും കൊണ്ട് വന്നിട്ട് ചെയ്യാം. ഇത് കത്തി നമുക്ക് ഇതില്ലേ നല്ല തീയുള്ള അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. അപ്പൊ ഇങ്ങനെ നിന്ന് കത്തുന്ന സമയത്ത് ചകിരി കൊണ്ട് തുടച്ചാൽ വെള്ളം അല്ലെങ്കിൽ മണ്ണെണ്ണ കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടാനില്ല. എന്താ മണ്ണെണ്ണ അതിനകത്തേക്കല്ലേ? അല്ലാത്ത ചക്ക ഞാനിതിന് കൂടി വരുമ്പോ അവര് വരുമ്പോ സമരം ചെയ്താലോ? ആ സമരം ചെയ്യണം. മണ്ണെണ്ണ തരണം. മണ്ണെണ്ണ കാണാൻ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞത് എന്താ ചെയ്യാൻ. മണ്ണെണ്ണ കുടിച്ചാൽ മണ്ണെണ്ണ കുടിച്ചാ ചാവോന്നല്ല. ഇപ്പൊ എന്തേലും എന്താ ചെയ്യാൻ. അല്ല ആ അവസ്ഥ കഴിഞ്ഞപ്പോ പിന്നെ ഇതിപ്പോ എന്താ ചെയ്യാ? എന്റെ പൊന്നു മോളെ, നീ അതവിടെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും എടുത്ത് ചെയ്യേ. എന്താ ഇത് പണി വെട്ടുന്ന എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ? പറഞ്ഞു കൊടുക്ക്. അതാണ് വെട്ടുന്നതോ? അവിടെയൊക്കെ കണ്ടില്ലേ കാട് കണ്ടില്ലേ? വെട്ടാൻ പറ്റിക്ക് പോയി. ഇങ്ങനെ പണിയൊന്നും അറിയാത്തവരെയൊക്കെ കൊണ്ട് ഇതിന് എന്തൊരു കഷ്ട. ഇത് കമ്പി കൊണ്ട് ഇങ്ങനെ അമർത്തി അടിച്ചാലേ കല്ലിങ്ങോട്ട് ഊരി പോരും. ഇതിങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മുറിക്കണം. എന്നിട്ട് ഇങ്ങനെ കല്ലിറക്കി ഇറക്കി എടുക്കണം. എനിക്ക് ഒന്നും അറിയില്ല ആളെ. ഞാൻ പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. വെട്ടാൻ പഠിപ്പിക്കാനാ? വെട്ടാനാ? വാഴക്കന്ന് വെട്ടാനാ? അങ്ങനെ വലിച്ചു എന്താണ് എന്റെ പൊന്നു മോളെ? കഴിഞ്ഞടാ കഴിക്കണേ. ഇങ്ങനെ
കൊത്തിയിട്ടേ ഓ കല്ലുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അറിയാത്തോണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു തരുന്നത്. എന്റെ അയ്യോ മര്യാദക്ക് പറഞ്ഞു തരാൻ അറിയില്ല, അതാണ്. അങ്ങനെയൊന്നും അല്ല കൊത്തിയിട്ട് വലിക്കട്ടെ. നോക്കട്ടെ എന്താ പറ്റും. ഓ ചോര വരുന്നു. അയ്യോ അവിടെ ചെറിയൊരു ചോന്നിട്ടുള്ള സാരില്ല. ഓക്കൊന്നും അങ്ങനെ മനസ്സിന് അത് തീരെ കട്ടിയില്ല. ചെറിയ വേദന, ചെറിയ പനി അതിനുള്ള കട്ടിയില്ല മനസ്സിന്. അങ്ങനെയല്ല കൊത്തി വലിക്കുന്നത്. വേദനയൊന്നും താങ്ങാൻ. അല്ല ഞങ്ങൾ എങ്ങനെയാ കൊത്തുക? നിങ്ങളുടെ നാട്ടിലേക്ക് എങ്ങനെയാ? തമിഴ്നാട്ടിലേക്കല്ലേ? എന്റെ വീട് എവിടെയാ? തമിഴ്നാട്ടില്. അവിടെ ഇങ്ങനെയല്ലേ കൊത്തുക? അതിന് പറയണ്ടേ ഞാൻ എങ്ങനെയാ കൊത്തുകയെന്ന് വെച്ചാ കൊത്തിക്കോ. ഞാൻ കൊത്താൻ പോയിട്ടില്ല അവിടെ. എന്താ ചെയ്യ? നമ്മൾ കുടുങ്ങിന്ന് പറഞ്ഞാ പോരെ. ആകെ 3 ആളേ ഉള്ളൂ. ആൾക്കാരും വന്നിട്ടില്ല. അമ്മേനോട് ഞാൻ അവിടെ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ ചിലപ്പോ വരുമോ? അമ്മേനെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഇത്തിരിയൊക്കെ ഒപ്പൊക്കെ ഇട്ട് പോയതാ. ഫോട്ടോ രാവിലെ എടുത്തായിരുന്നോ അമ്മ? അമ്മ പറഞ്ഞു പോയതാ. ഫോട്ടോയിൽ എന്ത് രസാലേ അവളെ കാണാന്. രാവിലെ ഇട്ട ഫോട്ടോയില് എന്തോരം പണ്ടം കിട്ടിയ കുട്ടിയല്ലേ. എന്തോരം പണ്ടല്ലേ നമുക്ക് കിട്ടിയത്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ആകെ വിഷമം വന്നു. ഇതെന്താ സാധനം? കമ്പി. ഇതെന്തിനാ അടി കൊണ്ടുവന്നേ? കമ്പി. അത് കമ്പി ഇത് കുത്തുന്നയാന്നേ. എന്ത് കുത്തുന്നേ? കല്ല് കുത്തി എടുക്കുന്നേ. കയ്യാലെ വയ്ക്കേ. ഇങ്ങനത്തെ ഞങ്ങളുടെ അടുത്തേക്കൊന്നും ഇങ്ങനത്തെ ഇല്ല കേട്ടോ. അതിപ്പോ നല്ല ചെയ്താ മതി. നമുക്ക് ഫോട്ടോ എടുക്കുമ്പോ കുറച്ച് കാണണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ചെത്തിയാലും വേണ്ടില്ല, മാന്തിയാലും വേണ്ടില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ. എന്താ പണിയെടുക്കുന്നത്? ഞാൻ ഇതൊന്നും ഉറപ്പിക്കാനാ. പിന്നെ നിങ്ങൾ എന്റെ കൈക്കോട്ടിന്റെ മണ്ട കൊണ്ടുപോയാ ഞാൻ എന്താ ചെയ്യാ? എന്ന് വന്നാലും സുബിക്ക് ഉറപ്പിക്കല. അല്ല അതല്ല, എന്ന് വന്നാൽ ആദ്യം ഒക്കെ ആപ്പിടും. ആപ്പ് ഉറപ്പിക്കല പരിപാടി. പിന്നെ ഉറപ്പിക്കാണ്ട് തൂമ്പ കൊണ്ട് പണിയെടുക്കാൻ പറ്റും. എന്നാൽ ഉറപ്പിച്ചിട്ട് കൂടെ പോന്നാ പോലെ. ആ നേരം വേണ്ട, നേരം വെളുത്ത് കുട്ടികളെ വിടണം. എന്തൊക്കെ ഉള്ളത്. കുട്ടികളെ ഞങ്ങൾക്ക് വിടണം. ഞാനും 3 മക്കളെ വിട്ടിട്ടേ വരുന്നത്. എങ്ങോട്ടാ? പോകാൻ തുടങ്ങി. എന്തെടുക്കാനാ പോണ? അവിടെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ തേങ്ങ കിട്ടിയായിരുന്നു. എന്നിട്ട് കാണാതെ കൊണ്ടുപോയില്ലേ? അങ്ങനെ കൊണ്ടുപോയതാ. അപ്പൊ ഇപ്പൊ നല്ല വെയിലല്ലേ, നമുക്ക് വിറ്റി ഉണക്കാടി വെളിച്ചെണ്ണ. വീട്ടിൽ തെങ്ങില്ല. അയച്ചിട്ട് ഇങ്ങനെ തൊഴിലുറപ്പിന് വരുമ്പോ തേങ്ങ എടുത്തോണ്ട് പോകാം. ആരൊക്കെ എന്തോ എടുത്തുകൊണ്ടോണ്. ഓ ഈ ഒരു നല്ലൊരാള്. ഞാൻ ഒരു സാധനം കൊണ്ടുപോവില്ല. ഞാൻ എടുക്കുന്നുണ്ട്. അത് സാരല്ല, തൊയിഞ്ഞ് വീഴുന്നതല്ല ഇവിടെ. തൊയിഞ്ഞ് വീഴുന്നത് അതൊക്കെ ആർക്കും വേണ്ടാത്ത പോലെ ഓല അതിന്റെ ഓണർമാര് എടുത്തോട്ടെ. എനിക്ക് എന്താ ഈ കണ്ണിക്കടി കുശുമ്പ്. വേണേ പെർക്കിക്കോ. എന്നാ ഒരെണ്ണം കണ്ടോ കണ്ടോ. എന്താന്നറിയില്ല, ഇവിടെ ഇങ്ങനെ ഒരു വേദന ഇതല്ലേ. അപ്പൊ ആ കഞ്ഞിക്കൂടി മുട്ടിക്കാൻ പറ്റുമോ? അല്ല, ഇതൊരു തൊഴിലാക്കിക്കൊല്ലല്ലോ കേട്ടോ. ഇവിടെ ഇതും വേണേ. വേഗം വന്നോട്ട് മതി. മുകളിലോട്ട് നോക്കി വീഴണ്ട, തട്ടിത്തറിഞ്ഞ്. ഇനി വേണം കേട്ടോ. ഇല്ല നോക്ക്, മുള്ളമ്പന്തിന്റെ കൂട്ടൊരു ചെക്കൻ പോണോക്ക് തലയില്. എന്ത് കോലാണ്. അവനങ്ങനെയാ. ഓൻ ശരിയല്ല ആള്. ഒരു കുട്ടി പിന്നെ എന്താ പറയുക പേസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അവക്ക് എന്തൊരു ആപത്താലേ. പേസ്റ്റ് ആണെന്ന് വെച്ചിട്ട് എലി വിഷം എടുത്തിട്ട് ആ കുട്ടി തേച്ചു. അയ്യോ പഠിച്ചോനെ. നിങ്ങൾ കണ്ടില്ല? ഞാൻ കണ്ടില്ല. വാർത്ത പറഞ്ഞതാ. അതിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഡയമണ്ടിന്റെ അത്ര ഇല്ല. ഇത് ഇത് കുപ്പിവെള്ളല്ലേ. ഇത് പൊട്ടി പോകണേ. നമുക്ക് ഒരു ഡാൻസ് കളിച്ചാലോ? ഡാൻസ് കളിക്കാറിയോ? കളിച്ചാലോ? ഏതാ പാട്ട്? കൈകൊട്ടു പെണ്ണെ, കൈകൊട്ടു പെണ്ണെ. ഡാൻസ് കളിപ്പിക്കും. മൊയിലാഴ്ച കളിക്കാ. ഏതാ പാട്ടൊക്കെ? കൈകൊട്ടു പെണ്ണെ, കൈകൊട്ടു പെണ്ണെ, കൈകൊട്ടു ഊര, കൈകൊട്ടു പെണ്ണെ കുഞ്ഞും വളയിട്ട് കൈകൊട്ട്, കൈകൊട്ടു പെണ്ണെ, കൈകൊട്ടു പെണ്ണെ കുഞ്ഞും വളയിട്ട് കൈകൊട്ട്. കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റിവെച്ചുണ്ടായ കല്യാണം. കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റിവെച്ചുണ്ടായ കല്യാണം. നാദസ്വരം വേണം, തകിട് വേണം, പിന്നെ നാദസ്വരം വേണം. മറ്റേ ഞങ്ങൾക്ക് ഡാൻസ് ഉണ്ട്, അയ്യപ്പന്റെ ഡാൻസ് ഉണ്ട്. ഏതാ ഞാൻ കളിച്ചേ? അയ്യപ്പന്റെ ഡാൻസ്. പാട്ട് ഏതായിരുന്നു?
എവിടെ കളിച്ചതാ? ഡാൻസിന്റെ പാട്ട് അയ്യോ നമ്മളെ അയ്യപ്പസ്വാമിന്റെ ഒരു പാട്ടില്ലേ? പപ്പാകണപതിയാ? അല്ല സ്വാമിയെ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊക്കെ. ആ പാട്ട് ഏതായിരുന്നു ചേച്ചി? ആക്കെ കളിക്കുമ്പോ എന്നെ വിളിക്കണ്ടേ? എന്നാലേ ഇനിയിപ്പോ 2ാം തീയതി ഡാൻസ് ഉണ്ട് പൂവാറനാട് അമ്പലത്തില്. രണ്ട് സ്ഥലത്ത് ഇപ്പൊ കളിച്ചു ഞങ്ങള്. അങ്ങനെയൊന്നുമില്ല, ഡാൻസ് ഇഷ്ടം. ഡാൻസിന്റെ കാര്യം പറയുന്നത് ഞാൻ ചെറിയ കുട്ടിയാവും. സമ്മതിച്ചിട്ടില്ല കെട്ടാനും. എന്നെ അറിയാം, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പോയിന്ന് അത് നമുക്ക് എന്തായാലും ഏതായിരുന്നു? അതുപോലെ ആയിരുന്നോ? കളിച്ച് കാണിച്ചായിരുന്നോ? ഞാൻ ഡാൻസ് കളിച്ചു. എനിക്ക് ചക്ക തരാതെയോ? 2 ചോള അവിടെ വെച്ചിക്കാൻ എനിക്ക് വെക്കണേ. ആകെ 4 ചോളയുണ്ട്. തീർക്കരുത് കേട്ടോ. തീർക്കോ? ചക്ക തീർക്കോ? ചക്കല്ലേ ചക്കക്കുരുവല്ലേ തരൂ. ചക്ക എങ്ങനെയായിരുന്നു സ്റ്റെപ്പ്? ഞാൻ മറന്നു. വയറുവേദനയാണ്, ഞാൻ ഒന്നും കഴിച്ചില്ല രാവിലെ. എന്നിട്ട് ആ ചക്ക മുഴുവൻ തിന്ന്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു മറന്നുപോയി ടീച്ചറെ. കളിച്ചത് മോളെ ഇങ്ങനെയില്ലേ? ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു കൽവിളക്കുകൾ. ഞാൻ മറന്നുപോയി. എന്തൊരു മറിയൊക്കെ ഓർമ്മയില്ല. കഥ രമ്യ ഒന്ന് നോക്കണോട്ടോ, അവിടുന്ന് ആള് വരുന്നുണ്ടോന്നുള്ളത്. ഞാൻ നോക്കിട്ട് വരേ. എനിക്ക് മറ്റേ തലയിലെ പേര് നോക്കാം. നോക്കിട്ട് വേഗം വാ രമ്യ. വന്നേ അതിലൂടെ നോക്കിട്ട് ആരെങ്കിലും വരുന്നുണ്ടോന്നൊന്നും നോക്കിട്ട് വാ. അവിടെ ആരെങ്കിലും നമ്മൾ വേഗം പെറുക്കല്ല. ഇവിടെ വന്നേ കുത്തിരിക്ക്. ഇനിയിപ്പൊ എന്തിനാ അവിടെ ഇരിക്കുന്നത്? തലമുടി പൊഴിഞ്ഞു പോയി. കൈയെടുക്കുന്നത് അങ്ങനെ കുത്തണം. അങ്ങനല്ല, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ എന്റെ തല അങ്ങനെയല്ല, ഇങ്ങനെ വയന്നെടുത്തിട്ട് കത്തിയോണ്ട് ഇങ്ങനെ നല്ല സുഖമുണ്ട്. പിന്നുണ്ടല്ലോ തേൻ തൊട്ട കൈകൊണ്ട് ചക്ക എന്നാൻ പറ്റുമോ? അല്ല അതിന്റെ കാര്യല്ലേ? ഒരു 2 എടുക്കടി, ബാക്കി ഞങ്ങൾ തിന്നിയില്ല. അപ്പൊക്ക് അതിലൊരു അമ്മ വന്നില്ലേ, അതിന് ചക്ക തിന്നണ്ടപ്പോ അതിന് പൂതിയായി. ആണോ? 2 ചോള അത് ചോദിച്ചു. ചക്ക ആർക്ക് കണ്ടാലും കിട്ടൂലല്ലോ, കൊതിയാണ് ചക്ക. അവിടെ ഒരു മാങ്ങാപ്പഴം ചടിയാന്ന് പോയി നോക്കട്ടെ. ഞാൻ നോക്കിട്ട് വരാം. ഞാൻ പോയി നോക്കിട്ട് വാ. അപ്പൊ ഞാൻ ചക്ക എടുക്കാം. തേങ്ങ എടുക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ. അത് മാങ്ങയല്ലേ? ഞാൻ എടുക്കുന്ന തേങ്ങയല്ലേ? ചക്ക പോലെയാണോ മാങ്ങ? അല്ല, മാങ്ങ പോലെയാണോ തേങ്ങ? ചക്ക കണ്ടാലും അറിയില്ല, മാങ്ങ കണ്ടാലും അറിയില്ല. തേക്ക് വേഗം പണി. മാങ്ങ കൂടി തിന്നിട്ട് നിൽക്കാം. എന്നെ കിട്ടിയാ കഴിച്ചാണോ? ലേശം ചാണകമുണ്ട്. ചാണകം വേണോ? ചാണകം തേങ്ങ ഉണ്ടോ അവിടെ? നാളെ ഇളഞ്ഞൊക്കെ വന്നിട്ട് ഒരു കൊല ഇളഞ്ഞില്ലേ? നമുക്കറിയാം. ഇതായി പോയി കണ്ടോ, ഉണങ്ങി പോയി. ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവൂല. പൊളിക്കുക ഞങ്ങള് പൊളിക്കല. വെട്ടിയോക്ക്. പക്ഷെ മുള ഉണ്ടല്ലേ പൊങ്ങുണ്ടാവുള്ളൂ അല്ലേ? നമ്മള് ഇപ്പൊ ഞാൻ പൊളിച്ചേനായി കുറ്റം അല്ലേ? നല്ല കുരുങ്ങിണ്ട്. അപ്പൊ ഇന്നത്തെ കഴിഞ്ഞോ? മീറ്റർ കൊടുക്കണ്ടേ? ഇന്ന് എവിടുന്നാ മീറ്റർ കൊടുക്കാൻ? ലേശം വേഗം പണിയെടുത്തു. വേഗം ലേശം വെട്ടിക്കോ. ലേശം വെട്ടട്ടെ. വേഗം വെട്ടിക്കോളൂ. വെട്ടാൻ കത്തില്ല അവളെ. പിടിച്ചോ. ഇതിന്റെ ഓണർ പോലും ചീത്ത പറയോ? വേഗം പണി ഇട്ടൂടെ. ഒരു ബട്ടൺസും ഉണ്ട്, ഒരു ഷർട്ടും ഉണ്ട്. എന്താ കാട്ടുന്നത്? വേഗം തീർത്തിട്ട് വേഗം പോവാൻ നോക്കാം. ഞാനിതൊക്കെ എടുത്തേക്ക് നിങ്ങളെ പൊട്ടിക്കാം. ഇപ്പൊ പോവാനാവൂലേ? നിങ്ങൾ എടുത്തേക്ക്, നിങ്ങളെ റെഡിയാക്കി. അപ്പൊക്ക് ഞാൻ വരാം.
കണ്ടോ സുബി അതിന്റെ ഇടയ്ക്ക് വിറകുണ്ടാക്കാൻ പോയി. അതൊക്കെ പ്രശ്നം വരും കേട്ടോ. ഇന്നാളുണ്ടല്ലോ സുബിയെ, നമ്മളവിടെ കുറച്ചേരം കുത്തിയിരുന്നില്ലേ? അപ്പൊ രണ്ടും പിന്നെ പട്ട കിട്ടിയിട്ട് നമ്മൾ അടുത്ത് വെച്ചില്ലേ, അപ്പോഴേക്കും ഓള് അവിടെ വിളിച്ചു പറഞ്ഞേ ആ ചൂലുണ്ടാക്കുക. അന്ന് ഈ വന്നില്ല, മാറ്റർ വരുന്നതിന്റെ മുമ്പ് ചെയ്തോട്ടോ. അല്ല എന്നിട്ട് ഓര് വിളിച്ചു പറഞ്ഞിട്ടാ ഇത് കേട്ടോ അന്നയാ പറഞ്ഞ ഈ അറിഞ്ഞില്ല. ആ പെണ്ണ് ഫോണ് ചെവിയിൽ വെച്ച് എന്നെ പോണൊക്കെ. ഇവളെന്നും രാവിലെ പണിക്ക് പോകുമ്പോഴും പോകുമ്പോഴും ചെവിയിൽ ഫോണാണ്, വരുമ്പോഴും ചെവിയിൽ ഫോണാണ്. നോക്ക് കണ്ടോ? അതിന് ചെവിയില് ഫോൺ വെക്കേണ്ട ആവശ്യമില്ല, ഒരു കോലില്ലേ ഇങ്ങനെ. ഞാനത് ചിലപ്പോ ബസ്സിനൊക്കെ വരുമ്പോ കണ്ടാ ഞാൻ ചിരിച്ചു. എല്ലാരും ചെവിയിലുണ്ടാവും ഒരു കോല്, ഒരു ഇങ്ങനെ വെച്ചിട്ടൊരു കോല് ഇങ്ങനെ. അത് ചെവി വെക്കുന്ന ഏർപ്പാടാണ് അത്. എന്നിട്ട് ഇങ്ങനെ അങ്ങാടി കൂടി പോകുമ്പോ ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രാന്തന്മാര് പറയും പോലെ വർത്താനം ഇങ്ങനെ പോണോ. ഇത് പിടിക്കണ്ടല്ലോ അല്ലെ? അത് കണ്ടിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഞാൻ അത് വേഗം എടുത്തോ. ഇതിപ്പോ എന്താ ഉണ്ടായെന്നറിയാം, ഞാൻ പറഞ്ഞില്ല. അങ്ങനെയല്ല ചൂട്ട് തറക്കല് അങ്ങനെയല്ല. ചൂട്ട് തറക്കൽ എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് ചൂട്ട് തറക്കല്. കണ്ടോ? അന്നേരം എന്താന്ന് ഇങ്ങനെയാണ് ചൂട്ട് തറക്കല്. അല്ലേ ടീച്ചറെ? അല്ലേ ചേച്ചിയെ? അല്ലേ? അങ്ങനെയാണ്. കണ്ടോ? സുബി എട്ടിയ സ്ഥലം നോക്ക്. ഇങ്ങനെയാണ് ചൂട്ട് തറക്കല്. നല്ലോണം അറിയാട്ടോ. ഓള് ആദ്യം ചൂട്ട് ഇറക്കാനാട്ടോ പഠിച്ചത്. നല്ലോണം വെച്ചുണ്ടോ എല്ലാവർക്കും ഓരോ വിളിച്ചലല്ലേ, അങ്ങനെയല്ല സുബി, അങ്ങനെയല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഓള് തല തിരിച്ചാ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്. എന്തെങ്കിലും എടുക്കുന്ന ഒരു പണി എടുക്കുമ്പോ ചൂട്ട് തറക്കാന് അമ്മ വന്നില്ല. അല്ല അമ്മ വന്നില്ലല്ലോ, അമ്മക്ക് വയ്യാഞ്ഞിട്ടാ. കണ്ടോ? നല്ലോണം അറിയാട്ടോ ഓക്ക്. അതെ, വെട്ടി അങ്ങനെ തരുമല്ലോ. അമ്മ വെള്ളം എടുത്തിട്ടേ മതി പോവാന്നാല്. ആണോ? ഫ്ലാസ്കില് ഞാൻ കുപ്പി എടുത്തോളൂ. ആ ഫ്ലാസ്ക് അവിടെ വെച്ചു. ഈ ഫോണില് ഫോണിൽ വീഡിയോ പിടിക്കല പണി. ഈ വീഡിയോ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? കെട്ടിയാനൊക്കെ വീട്ടിൽ കൊണ്ടേ കാണിക്കാനാ? ഇല്ല വളെ, ഏത് നേരം നമ്മളെ തൊഴിലുറപ്പ് വരെ ഓക്ക് വീഡിയോ എടുക്കണം. പിന്നെ കൊണ്ടാ പിന്നെ ചാവുമ്പോ നമ്മള് ചെത്താൽ നമുക്ക് കാണാൻ. കിണറ്റിലെ വെള്ളം അല്ലേ? ഓ എന്താ എന്ത് രസം. കിണറ്റിലെ വെള്ളം മുക്കി കൊണ്ടുവരുന്ന ഇവിടെ വന്ന് കൊണ്ടോണ്ടിരുന്നു. കിണറ്റിലെ വെള്ളം അവിടെ ഉണ്ട്. തേകിയ കിണറാണ്, പടവുള്ള കിണറ്. എന്നിട്ട് ഒരു വെള്ള പൊടിയായിട്ടുള്ള വെള്ളം, നല്ല വെള്ളം ഞാൻ മുക്കി കൊണ്ടുവന്നു. നല്ല വെള്ളം. ചില കിണറിലൊക്കെ ഒരു വെള്ളത്തിനൊക്കെ ഞങ്ങൾ അവിടുത്തെ കിണറിന് വെള്ളം ഞാൻ പോയി. ഞാനേ ആ അമ്മേനെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാം. ഇപ്പൊ ഇത് എടുക്കാനേ സമയല്ലേ, മീറ്റർ എടുക്കാൻ സമയല്ലേ. അതെന്താറിയോ, അത് ചിലപ്പോ കിടന്നുറങ്ങിപ്പോയി. ഹലോ, ഇവിടെ കുത്തിയിരുന്നോ നിങ്ങൾക്ക് വയ്യല്ലോ. നിങ്ങൾ അധികം ജോലിയൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഇവിടെ കുത്തിയിരുന്നോ. നിങ്ങൾ ഇവിടെ ഇവിടെ ഇരുന്നോ, നിങ്ങൾക്ക് വയ്യല്ലോ. ഈ പോയിട്ട് വന്നോ? ഞങ്ങളെ നാട്ടിന് വന്നിരുന്നു. എല്ലാ ആഴ്ചയിലും എത്ര നാള് കൂടിയിട്ടൊന്ന് വന്നതോല്. അപ്പൊ അല്ല, ഞാൻ അവിടെ ചെന്നപ്പോ ഓല് ഇന്ന് ചീത്ത പറയാം. എന്താ എന്റെ കഴുത്തൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചിട്ട്. എന്റെ ഡയമണ്ടിന്റെ മാല. അയ്യോ അമ്മ വീണു. കുടി അമ്മേനെ ഇരിക്കാനും കുടി. അയ്യോ അമ്മ വീണു. അമ്മ കല്ലേലിരുന്ന അമ്മ വീണു. അമ്മക്ക് അങ്ങനെ ഇരിക്കത്തില്ല. അമ്മ ഇരിക്കണ്ട. അമ്മ അവിടെ നിന്ന് എടുത്തോണ്ട് വരാം. നാളെ വരുമ്പോ കൊണ്ടുവരാം. ഇവിടെ ഇരുന്നോലേക്ക് നമുക്ക് ചാടി സമയം. എന്നിട്ട് അവിടക്ക് ഡയമണ്ടിന്റെ മാല ഇട്ട് നടക്കുക. കൊണ്ടുപോയിക്കോളൂ. എല്ലാം ചാടി പോവാ എന്റെ കാ. എന്നിട്ട് എന്നോട് ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല സുബീന്റെ എത്തലുണ്ട് എന്ന് പറഞ്ഞു. എന്താ വേണ്ടേ, വെറുതെ ഇതിനകത്ത് തിന്നാ പോരടാ. ഇന്നത്തെ കഴിഞ്ഞില്ലേ?
നന്നോ? പിന്നെ നല്ല ഇലയാ ആ ആ അല്ലേ മേ? ഇതിലൊക്കെ അല്ലേ തിന്നാ? ഇതിലൊക്കെയാ ഇതൊക്കെ ഇത് കാണും മനുഷ്യനില്ല. നമ്മളെ മത്തി മത്തി വരുമ്പോ നമ്മള് വാങ്ങുന്നേ മത്തി വാങ്ങുന്നേ പോയോ? ഇല്ലേ മത്തി ചേമ്പലയില് അല്ല ചേമ്പല തേക്കിന്റെ ഇലയില് പൊതിഞ്ഞിലല്ല. ആ അതിലൊരു മണാളെ ആ അതെ അതന്നെ ഇതിന്റെ ഇലയിലൊക്കെ തിന്നാൻ അടിപൊളിയല്ലേ. എന്താ ചായക്കുന്ന എന്താ കടി? അമ്മ ചായക്കടി കൊണ്ടുവന്നാലേ? ആ എന്താ അമ്മ ചായക്ക്? നിങ്ങളെ കാണാതിരുന്നിട്ട് അതെ എനിക്ക് ചക്കയുണ്ട്. ആ ചക്ക ഉണ്ടോ? കറിയമ്മേ മീൻകറി ഉണ്ടോ? പിന്നെ ഒരു കറിയുണ്ട്, നിങ്ങൾ നോക്ക്. അതെയാ ഞാൻ എടുക്ക് ഇരിക്കുന്നാലേ കൈയൊന്നും കഴുകൊന്നും വേണ്ട അല്ലേ ചേച്ചിയാ? കൈ കഴുകണോ? വെള്ളമുണ്ടോ? കൈ കഴുകണോ? ഓ കൈ ഒന്നും കഴിയണ്ട, ചൂടുവെള്ളം ഉണ്ട്, ചായ വെള്ളത്തിൽ വേണമെന്ന് കഴിക്കും. ആ വേണ്ട അയ്യോ ഇത് പറ്റല്ലേ. വീണമായി നീ വീഴാൻ നിക്കല്ലേ. പാവം അമ്മ അവിടെ വീണുണ്ടോ? എനിക്കങ്ങനെ മുട്ടി അമ്മേ ഒരു ലേശം ചക്ക ഒരല മതിയോ? പൊട്ടിപ്പോകത്തില്ലേ? എന്നാ ഞാനൊരു ഇലയും കൂടി എടുത്തിട്ടുണ്ട്, എനിക്ക് ഇതുകൂടി കൂട്ടി. ഇത് മതിട്ടോ. അവർക്ക് തോനെ തിന്നാൻ വേണ്ടിട്ട് വലിയൊരു ആനയല്ല. അയ്യോ എനിക്ക് അന്നൊക്കെ ഞങ്ങൾ എടുക്കട്ടെ, എന്നിട്ട് എടുത്തോ. ഈ മറ്റേ ഈ മൊത്തം ആ വലിയ ഇലയില് ഇതാ അമ്മ പറഞ്ഞു ചക്ക മൊത്തം തിന്നോളണം, തിരിച്ചു കൊണ്ടുപോകാനാവും. അവസാനം കാലിൽ കഴിക്കേ വാ അത് കൂട്ടാ ഒരു തുള്ളി വെച്ചാൽ മതി. രമ്യക്ക് അത് മതിയോ? എന്താ കോഴിക്കാട്ടോ? എനിക്ക് മതി എനിക്ക് മതി എനിക്ക് മതി. തീർക്കണം അമ്മ പറഞ്ഞു. മുഴുവൻ തിന്നണം. വാ അത് കൂട്ടാ അമ്മ വായത്തരാം. വാടാ വാടാ മോനെ വാ, ലേശം കഴിക്കേ. വാ കുഞ്ഞേ. അത് ഊരിയിട്ട് വെള്ളം അതിലുണ്ടോന്നിട്ട് കൈ കഴുകണമെങ്കിൽ. കയ്യൊന്നും കഴിയണ്ട അമ്മേ. അതിലില്ലമ്മേ വെള്ളം. കറി നല്ല ഇത് എന്താ കറി അമ്മേ? കുട്ടിയൊക്കെ എടി കുറച്ച് കൊതി കളഞ്ഞോ? ആ അങ്ങനല്ല, എല്ലാരും മൂന്നാളെ കൊതിയുമ്പോ അങ്ങനെ കാടിന്റെ കൊതി അല്ലെ നമ്മളെ വയറിന് വരും. ആണോ? കാട് കൊതി വെക്കും ഇല്ലേ മേ? അങ്ങനെ ഇല്ലേ കാടൊക്കെ കൊതി അങ്ങനെ പറയുന്നൊക്കെ ഞാനും. ഇതെന്താ സംഭവം? ഇനി കളയണ്ട, ഇങ്ങോട്ട് വാ കുഞ്ഞാ. കുറച്ചൊന്നും കേട്ടോ മാ. സുബി ഇത് കഴിക്കോ? കഴിക്കോ? കുറച്ച് മതിയേ, കുറച്ച് മതിയേ. ചാറ് വേണ്ടേ? വാ മോനെ വാ, കുറച്ച് അമ്മേന്റെ കൂടെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ മോനെ. അന്നാ അതിലുണ്ട് മോൻ കഴിക്കുന്നില്ല, പിടിച്ചു. ഒരു വാ അമ്മേന്റെ വഴി നിന്ന് മേടിച്ചിട്ടുണ്ട്. ഒരു വാ അമ്മയ്ക്ക് വേണ്ടേ? കഴിച്ച അമ്മയെ കൂടി ഇരുന്ന്. നല്ല രസം ഉണ്ട് ചക്ക. അമ്മ എന്താ ചക്ക ഒന്നുമില്ല? നല്ലോണം ചക്ക വെക്കാൻ അറിയാം. അതെന്തെറ്റി? അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പക്ഷെ അമ്മയ്ക്ക് വയ്യാതെ ആയില്ലേ പാവം. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറ് നിന്നിലായ. സൂപ്പർ പുഴുക്കില്ലേ, നല്ല ടേസ്റ്റ്. ഒരു ചെറിയ മധുരം ഇല്ല. അത് കിട്ടില്ലായിരുന്നോ സുലി? മധുരം വേണോ? മധുരം വേണ്ടടി. മധുരത്തിന്റെ ആവശ്യമില്ല, കുടിച്ചപ്പോ ഒരു കൊതി. മധുരം കൂടി ഇടുവായിരുന്ന സുഖമായിരുന്നു അല്ലേ? ആയ് അപ്പൊ നല്ല രസായന്. അങ്ങനെ രസിക്കണ്ട, ഈ പകുതി പണിയെടുത്ത് ഓടിയല്ലേ. പിന്നെ അങ്ങനെ ആങ്ങളെയൊക്കെ വന്നു. ഈ വന്നപ്പോ അവര് വന്നുപോയി. അതിന്റെ ഇടയ്ക്ക് അമ്മയെ മാറ്റോ? ഞങ്ങള് പറഞ്ഞ പോലെ വീട്ടിലെന്തോ വിശേഷം ഉണ്ടായിട്ട് വിളിച്ചാണ്. ഇന്ന് മാത്രം ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇന്ന് ഫോട്ടോ എടുത്തിട്ട് അപ്പൊ എന്റെ പണി പോവോ? ഞങ്ങള് പറഞ്ഞു സ്ഥിരാക്കിയാക്കല്ലോ കേട്ടോ. ഇല്ല നിങ്ങൾക്ക് രണ്ടാക്കും എപ്പോഴും ഉണ്ടല്ലോ ഒരു സ്വകാര്യം പറിച്ചിട്ട്. നിന്നല്ല രമ്യ അല്ല പറഞ്ഞ. അതാ നോക്ക്, പിന്നെ എപ്പോഴും ഉണ്ട് ഒരു എപ്പോഴും. പിന്നെ ഹലോ ഈ വരികയാണോ? അപ്പൊ വരാമേ. മണിയാക്കി അമ്മേന്റെ അയൽക്കൂട്ടെ 4 മണിക്കില്ലേ? 4 മണിയാകുമ്പോ അടക്കണം. വരിക. ഞാൻ പോവേച്ചി. അയ്യോ കഴിക്ക്. അമ്മ ഓട്ടോ വിളിച്ചു പോയിക്കോളാം. ഓട്ടോ വിളിച്ചു പോയാ ഞാൻ പൈസ ചെലവാക്കി വന്നു. എത്രയോ? ഓട്ടോ വിളിച്ചു പോവേ. അമ്മേനെ ഓട്ടോ പറ. ഇനിയും നീ ഓടണ്ടേ? അമ്മയുടെ ഒരു ഓട്ടോ വിളിച്ചു പോകാൻ പറ. സുബി ഞാൻ കുറച്ച് ഇട്ടുള്ളൂ, നീ എടുത്ത് കഴിച്ചോ. നിങ്ങൾ എടുത്ത് കഴിക്കണം, ഞാൻ എനിക്ക് അവിടെ ഉണ്ട്. അമ്മേ കുഞ്ഞടേ പോരുവോന്നാവോ? ഓനവിടെ പണിയിലാണേ.
അല്ലെ ഒരു ഓട്ടോ വിളിച്ചോണ്ടായി. ആണോ? ഞാൻ ഇത് ചെയ്തത് മുഴുവനാക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ടീച്ചറിന് ഷുഗർ ഞാൻ സത്യം പറഞ്ഞ ടീച്ചർ എന്നോട് നാളെ പറഞ്ഞു ഷുഗർ ഞാൻ എന്തായാലും എനിക്ക് ഷുഗർ ഒന്നുമില്ല. ഞാൻ ഓട്ടോറിക്ഷ സമയം വൈകൂലേ? ചാറിതിൽ നിനക്ക് വേണോ? ഇപ്പൊ വരണ്ടീരു എടുക്ക് വരുവോ? നീ ആർക്ക് വെച്ചേക്കാ? എന്താ പറഞ്ഞ? ഓട്ടോറിക്ഷക്കാരില്ല. ഓട്ടോറിക്ഷക്കാരില്ലേ? കട്ടൻ ചായ നിലത്തിരുന്നു അമ്മ വായിച്ചതാ. രമ്യ ഇത് ഇട്ട് കഴിക്കട്ടെ. രമ്യ ആരാ കഴിക്കുന്നത്? കുറച്ചുകൂടി ഇട്ട് കഴിക്കാം. നല്ല രസമല്ലേ? ഈ രസം എപ്പോഴാ കിട്ടുക? ഇങ്ങനെയൊക്കെയല്ലേ രസം കിട്ടുള്ളൂ. ഇതാ കട്ടൻ ചായ. എന്താ കട്ടൻ ചായ? അത് അതെ അത് കൂടെ ഫോണില്ലേ ഇതെങ്ങനെയൊക്കെ പറഞ്ഞു കുടിക്കുക. ഇങ്ങനെയൊക്കെ അതേ വീട്ടിൽ വന്നു ആദ്യക്കൂട്ടാ അവനൊരു തുള്ളി പോലെ തിന്നൂല. ഒരു സാധനം ആദ്യക്കൂട്ടം അല്ല ഒന്ന് കഴിച്ചത്. അതാരാ? അമ്മയുടെ ഫോൺ കിട്ടി ചേച്ചി. റെഡി ഒന്ന് രമ്യയുടെ വൈകി അതൊന്ന് ഫോൺ പെടുത്തച്ചാ. എന്റെ വിചാരം ഇങ്ങോട്ട് കൊണ്ടുവരാളാന്ന് വെച്ചിട്ട് പെറുക്കിട്ടതായി. ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കണേ. നമ്മളാ എടുത്തു വെച്ച സാധനങ്ങളൊന്നും മാർക്കല്ല കേട്ടോ. എന്ത്? രഹസ്യം മറച്ചിട്ട് പോയിട്ട് എപ്പ നോക്കിയാലും രഹസ്യം മറിച്ചില്ല. എന്റെ ഡയമണ്ട് അവിടെ ഇവിടെ അമ്മേ ഈ ഡയമണ്ട് ഒക്കെ ഇട്ടിട്ട് ആരെങ്കിലും തൊഴിലുറപ്പിന് വരാമേ? അവളെ കയ്യൊക്കെ ഡയമണ്ട് ആണ്. ഞങ്ങളെ തൊടാൻ സമ്മതിക്കത്തില്ല. ഞാൻ അവളെ പറയാണ്ടപ്പോ കാർഡില്ലാത്തതാ. അതിന് കാർഡില്ലാത്ത ഡയമണ്ട് കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ഇത് കാർഡൊക്കെ ഉള്ളതാ വേണം. ഓ എന്തൊരു ചൂടാ. മതി എന്തോരാണിത്. അല്ല നമുക്ക് വേണ്ടല്ലോ. കുക്കല്ല പിന്നെ തിന്നവരെ പറഞ്ഞു എനിക്ക് ഇഷ്ടമായി. സുഖിക്കണ്ടേ? ഇത്രേ ഉള്ളൂ. വേഗം കഴിച്ചാലേ. ഇത് മുഴുവൻ വേണ്ട. കുഞ്ഞമ്മ വാരി തരാതെ. എനിക്ക് മതിയേ. എനിക്ക് മതിട്ടോ. വേണം എടുത്ത് കഴിച്ചോ. എനിക്ക് മതിയായിട്ടാ തീർന്നപ്പോ ഇല്ല. എനിക്ക് ഞാൻ ഇത്ര കഴിക്കുള്ളൂ. എന്താ മോനെ ഞാൻ കഴിച്ചാ കഴിക്കും. മണം കിട്ടി കിട്ടിയപ്പോഴാണ് കിട്ടിയില്ലേ അല്ലേ? നാളത്തെ പണിയോടെന്ന് പറഞ്ഞ എന്തായാലും അവളെ നാളെ ഇതിലൊന്നും വന്നില്ല. നമ്മുടെ തൊഴിലുറപ്പിൽ നാളെ ഇനി കൂട്ടണ്ട കേട്ടോ. തൊഴിലുറപ്പിൽ നാളെ ഡിസ്മിസ് ചെയ്യണം കേട്ടോ. മറ്റോള് ഗിരിജേ ഇടയ്ക്കിടയ്ക്കില്ല ഈ പാടി അല്ല പിന്നെ ആളെ ഇതിന് തന്നെ ലിസ്റ്റിൽ നിന്ന് തന്നെ അങ്ങോട്ട് വെട്ടിക്കളയണം. ഇല്ല പിന്നെ അടുത്ത മെസ്സോള് വരുമ്പോ പേരെടുത്തോളൂ കേട്ടോ. ഞാനാട്ടോ അടുത്ത പ്രാവശ്യം ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ പാസ്സായണം. 10ാം ക്ലാസ് പാസ്സായില്ലേലും അങ്ങനെയൊക്കെ 10ാം ക്ലാസ് എഴുതുന്നുണ്ട്. 10ാം ക്ലാസ് എഴുതുമ്പോണ്ടോ 100 പണി തയ്ച്ചായില്ലേ? 100 പണിയോ? ആർക്കായില്ലേ? എനിക്ക് 100ആയി. 100ആയോ? എനിക്ക് 100 ആവാൻ പോവാ. വയസ്സല്ല 100 ആയാലും വയസ്സല്ല 100 ആയാലും നമുക്ക് ഒരു പണി അധികം ഫ്രീ ആയിട്ട് പൈസ തരും. പിന്നെ ചില സ്ഥലത്തുണ്ടല്ലോ സെന്റ് ഓഫ് ഒക്കെ കൊടുക്കും. പൈസ ഒക്കെ ഉണ്ടാക്കി. എന്നാ രമ്യന്റെ വകയായിട്ട് സെന്റ് ഓഫ്? 100 ആയില്ലോ. 100 ആയില്ല. ഒരു പണീന്റെ പൈസ വേണ്ടല്ലോ. ഒത്തിരി സേമിയ പായസം ഉണ്ടാക്കി പച്ചവെള്ളം ഞങ്ങൾ ഉണ്ടാക്കി തരാം. കുടിക്കാൻ വരിക. പിന്നെണ്ടല്ലോ വീട് പണിക്ക് തൊഴിലുറപ്പ് വെച്ചോളൂ. 100 പണിയുടെ പൈസ കയറും. മറ്റേ പെണ്ണ് പോയ മാതിരിയായോ? അയക്ക് പോയി കഴിഞ്ഞ ഓനിട്ട് പോയി. അതല്ല വേറെ ഒരുത്തിന് രസം. ഓൻ പോയി. ഓനെ ഇട്ടിട്ട് പോയി. അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞ്. ഇന്നത്തെ പണി കഴിഞ്ഞു. ചക്കയും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. അവിടെ ഇന്ന് കഴിച്ചാൽ നമുക്ക് ഇത്ര സുഖം കിട്ടിയതാ. നല്ല സുഖല്ലേ? കാറ്റും പ്രകൃതിയുടെ ഒരു നല്ല രസം. കഴിച്ചു കഴിഞ്ഞോ? അമ്മനോടൊരു താങ്ക്സ് പറഞ്ഞു. സന്തോഷമായി. കറി നല്ല രസം. അങ്ങനെ പറയണ്ടേ? അമ്മയുടെ കൈ അതിന്റെ അതില്ലേ? അതെ അതല്ല ഞാൻ പറഞ്ഞത്. എല്ലാ വീട്ടിൽ നിന്നും നമുക്ക് ഇങ്ങനെ തരില്ലല്ലോ. വെള്ളം കൊണ്ടുവരില്ല. എന്റെ ചോദിച്ചു ചെല്ലുമ്പോഴേക്കും പിന്നെ വെള്ളം ഉണ്ടെന്ന് അറിയാം. എങ്കിലും അത് വാങ്ങണം. അതെ എന്റെ കമ്മലൊന്ന് മാറ്റി വാങ്ങണം. എന്റെ കമ്മലൊന്ന് മാറ്റി വലിയ കമ്മല് വാങ്ങണം. ഡയമണ്ട് അങ്ങനെ വലിയൊരു കമ്മല് വാങ്ങണം. അല്ലെ മെയ് ഇതൊക്കെ കൂട് പറയാണോ? ആഗ്രഹം എന്താ നമുക്ക് പറഞ്ഞൂടെ? ഓന്റെ കയ്യിലേക്ക് എടുത്തു കൊടുക്കും. നമുക്ക് ആഗ്രഹം പറയാം. പറയാം. ആഗ്രഹം പറയാം.
അല്ല ഇനിയിപ്പോ ഇത് നല്ല രസമുണ്ടല്ലോ കമ്മലിന്റെ കമ്മൽ പറ്റുന്ന നല്ല രസമുണ്ട്. വെറുതെ പറയാൻ എനിക്ക് വാങ്ങണം. ഒരു സംഖ്യ ഉണ്ടാവും സുബി, ഒരുമിച്ച് കിട്ടുമ്പോൾ സംഖ്യ ഉണ്ടാവും. നമ്മൾ 45-50 പണിയിലിപ്പോ പണിയുടെ ഒക്കെ പൈസ കയറും. ഇതിന്റെ അത്രയും കൂടി ഇല്ലല്ലോ, ഞങ്ങളൊക്കെ വന്നേരല്ലേ വന്ന്. ഇടയ്ക്ക് മൂലോ ചേച്ചി ഇടയ്ക്ക് ഞാൻ ചെറിയ ടീച്ചറും പണിയായിട്ട് പോകും. ഭയങ്കര താകൃതാളം കളിക്കാൻ താകൃതാളം. ചന്ദനത്തിൽ മണമുള്ള അതന്നെ അതന്നെ അയ്യപ്പ എന്റെ തീരുമാനം കിടക്കട്ടെ. അമ്മ നേരത്തെ വീണടി നിങ്ങളാരും അല്ലാതെ ആ കല്ല ഇരുന്നതേ എനിക്ക് കല്ലേ വീണിട്ട് ചെരിഞ്ഞു പോയി. അങ്ങനെ ഇരിക്കത്തില്ല, ഈ കാലിന് പോയില്ല. നിലത്തിരിക്കത്തില്ല. എനിക്ക് ഇങ്ങനത്തെ സാധനം 5 ചായ ഞാൻ കുടിച്ച് മുഴുവനാക്കുന്നതിന് എടുത്ത് കളഞ്ഞു. 2 ഗ്ലാസ് ചായ കുടിച്ചാൽ മതി. മോനങ്ങോട്ട് പോയി. അങ്ങോട്ട് പോകും. അവിടെ ഇങ്ങനത്തെ ഒക്കെ തിന്നാൽ എന്താ കുഴപ്പമെന്നറിയോ? പല്ലിന്റെ ഇടയിൽ കൊടുക്കും. പല്ലിന്റെ ഇട ഒക്കെ ഓട്ടയാ. എല്ലാം ഓട്ട അടയ്ക്കണം എന്നൊക്കെ ഓർക്കും. എന്തിനൊക്കെയാ പോണത്? ഓട്ട അടയ്ക്കോ? കുടുങ്ങുന്നുണ്ടല്ലേ? തെഞ്ഞുള്ളൂ പണി. ഇത് ഞങ്ങക്ക് തേങ്ങല്ല. അവിടെ കിടന്നോട്ടെ. എന്റെ പടച്ചോനെ അവിടെ കിടക്ക. അങ്ങനെയൊന്നും പിടിച്ചാൽ ബന്ധുല്ല. ലാസ്റ്റിങ്ങിലെന്നോട്ടെ. ഓ ദൈവമേ എന്തൊക്കെയാവോ ആവോ. ഇതിന്റെ നോക്കിയിരുന്നു. നാളത്തെ സ്ഥലം പറഞ്ഞില്ലട്ടോ.